തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 9 പേരാണ് ചികിത്സയിലുള്ളത്. ഈ വർഷം 14 പേർക്ക് രോഗം ബാധിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തു. അമൽ തേനമ്പറമ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, തിരുവനന്തപുരത്ത് ഏറെ ആശങ്കയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വർഷം 14 പേർക്കാണ് രോഗം ബാധിച്ചത്, 2 പേർ മരിക്കുകയും ചെയ്തു. ഇത് വായുവിലൂടെ പകരുമോ വെള്ളത്തിലൂടെ മാത്രമാണോ പകരുക തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ല. ആരോഗ്യവകുപ്പിന്റെ ഒരു വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായി ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടി പൊതുജനങ്ങളുടെ ആശങ്കയൊന്ന് മാറി നിന്നേനെ എന്ന് തോന്നുന്നു, അല്ലേ? മോദി, കഴിഞ്ഞ വർഷമാണ് നെയ്യാറ്റിൻകരയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ മരണപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ റിപ്പോർട്ട് ചെയ്തതായി നമുക്കറിവില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഒരുപാട് പേർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നു, 2 പേർ മരണപ്പെട്ടു എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതുവരെയും ഈ കണക്കുകൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ട ആളുടെ വീടിന് പരിസരത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നും സാമ്പിളൊക്കെ എടുത്ത് പോയതാണ് ആരോഗ്യവകുപ്പ്. പക്ഷേ അവിടെ ആ സാമ്പിൾ പരിശോധിച്ചതിൻ്റെ ഫലം നൽകാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. നാട്ടുകാരുടെ ആശങ്ക ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ആദ്യ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് കെട്ടിക്കിടക്കുന്ന ഒഴുകാത്ത വെള്ളത്തിലാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ അവിടെ കുളിക്കരുത് എന്നുള്ള ഒരു വിവരമൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ പോലും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. 17കാരനെ രോഗം ബാധിച്ചത് ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. ഈ കാര്യത്തിലൊന്നും കൃത്യമായൊരു വ്യക്തത ആരോഗ്യവകുപ്പ് നൽകുന്നില്ല. അതിനാൽ തന്നെ അത് സംബന്ധിച്ച് ഇതിപ്പോൾ എങ്ങനെ വരും, ഏതെല്ലാം വെള്ളമാണ് ശുദ്ധം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ആളുകൾക്ക് എന്തായാലും വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. മോദി, തീർച്ചയായിട്ടും